പഹൽഗാം ആക്രമണത്തിൽ ഭീകരാക്രമണത്തിന് സഹായിച്ചവരെ തിരിച്ചറിഞ്ഞു. അന്വേഷണ ഏജൻസികൾ 15 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവരിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. വിവരങ്ങളുമായി ER രാഗേഷ്, ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഈ ആക്രമണം നടത്തിയവർക്ക് പുറമെ ആരൊക്കെയാണ് ഇതിനു വേണ്ട സഹായങ്ങൾ ചെയ്തത് എന്ന് കൃത്യമായി ഒരു പട്ടിക തന്നെ ഇപ്പോൾ കേന്ദ്രം തയ്യാറാക്കിയിരിക്കുകയാണ്. എന്തൊക്കെ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. പഹൽഗാം ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഉയർന്നൊരു ചോദ്യമാണ്, പ്രാദേശിക സഹായമില്ലാതെ ഇത്രയും വലിയൊരു ആക്രമണം നടത്താൻ കഴിയുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അന്വേഷണ ഏജൻസികളും അത്തരം സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം 15 പേർ ഇത്തരത്തിൽ ഈ ഭീകരരെ സഹായിച്ചു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട് എന്നുകൂടി ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയാണ്. മറ്റു 2 പേരുടെ കസ്റ്റഡി ഉടൻ ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഈ പറയുന്ന 5 പേരും ഈ ആക്രമണം നടന്ന ദിവസം പഹൽഗാമിൽ ഈ ബൈസരൻ വാലിക്ക് സമീപം ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എല്ലാ തരത്തിലുള്ള സഹായവും ഇവർ ഭീകരർക്ക് നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുകൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. മറ്റു 10 പേർക്കായുള്ള തെരച്ചിൽ ഈ ഘട്ടത്തിൽ ഊർജിതമായി തുടരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. മാത്രവുമല്ല, ഇവരെല്ലാവരും തന്നെ തെക്കൻ കശ്മീരിൽ നിന്നുള്ള ആളുകളാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അന്വേഷണം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ പ്രാദേശിക സഹായമില്ലാതെ എങ്ങനെ ഇത്ര കൃത്യമായ ആസൂത്രണത്തോടു കൂടി ഈ സുരക്ഷാ സേന ഇല്ലാത്ത സ്ഥലം നോക്കി ആക്രമണം നടത്തിയെന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഏതായാലും പ്രാദേശിക സഹായമുണ്ട് എന്നിപ്പോൾ അന്വേഷണ സംഘം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 15 പേരുടെ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 100-ലധികം പേരെ ചോദ്യം ചെയ്തു. ഇതിൽ നിന്നാണ് ഈ 15 പേരുടെ പങ്ക് സ്ഥിരീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശ്രീജ, ഇതോടൊപ്പം രാകേഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ഉള്ള പാക് പൗരന്മാർക്ക് രാജ്യം വിടാൻ നൽകിയ സമയം ഇന്ന് അവസാനിക്കുകയാണ്. ഈ അടിയന്തരമായി ഇവരെ തിരിച്ചയക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഏതു തരത്തിലായിരിക്കും ഉറപ്പുവരുത്തുക? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ശ്രീജ, ഇന്ത്യ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം പലവിധ നടപടികൾ പാകിസ്ഥാനെതിരെ കൈക്കൊണ്ടിരുന്നു. അതിൽ ഒന്ന് നയതന്ത്ര തലത്തിലുള്ള നടപടികളാണ്. അങ്ങനെ ഏതാണ്ട് 5 തലത്തിലുള്ള നടപടികൾ കൈക്കൊണ്ടിരുന്നു. ഒന്ന്, സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്തായിരുന്നു. ഒന്ന്, മറ്റൊന്ന് വിസ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടിയായിരുന്നു. ഏതായാലും അതിന് നിശ്ചയിച്ച സമയപരിധിയാണ് ഇന്ന് അവസാനിക്കുന്നത്. മെഡിക്കൽ വിസ ഒഴികെയുള്ള വിസകളൊക്കെ തന്നെ ഇന്ന് അവസാനിക്കുകയാണ്. സ്വാഭാവികമായും ഇതിനു മുമ്പ് തന്നെ മടങ്ങിപ്പോകണം എന്നുള്ളതാണ് നിർദ്ദേശം. അല്ലാത്തവർക്കെതിരെ മറ്റു തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ ഈ പ്രഖ്യാപനത്തിന് ശേഷം അതിൻ്റെ തുടർ നടപടികൾ ഉറപ്പുവരുത്താൻ ചില യോഗങ്ങളൊക്കെ തന്നെ ചേർന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. സംസ്ഥാനങ്ങൾ പട്ടിക കൈമാറിക്കൊണ്ട് അതിൻ്റെ തുടർ നടപടികൾ കൈക്കൊള്ളണം, അവരെ തിരിച്ചയക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. കേരളത്തിലെ അടക്കമുള്ള കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. 104 പേരാണ് പാകിസ്ഥാൻ എന്നുള്ള പൗരന്മാർ കേരളത്തിൽ കഴിയുന്നത്. ഇതിൽ 8 പേർ കഴിഞ്ഞ ദിവസം തന്നെ മടങ്ങിയിരുന്നു. ബാക്കിയുള്ളവരൊക്കെ മടങ്ങേണ്ടതുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ കണക്കുകളും കഴിഞ്ഞ ദിവസം വന്നതാണ്. 250 പേരാണ് ആന്ധ്രാപ്രദേശിൽ പാക് പൗരന്മാരായുള്ളത്. അവരും ഉടൻ മടങ്ങേണ്ടി വരും. അല്ലാത്തവർക്കെതിരെ മറ്റു തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അട്ടാരി ചെക്ക് പോസ്റ്റിലൊക്കെ തന്നെ ഇപ്പോൾ കാണാവുന്നതാണ് ഈ അതിർത്തി കടക്കുന്ന ആളുകളുടെയൊക്കെ തന്നെ തിരക്ക് കാണാവുന്നതാണ്. കാരണം ഈ വിഭജന കാലത്തൊക്കെ തന്നെ ഇന്ത്യയിലും പാകിസ്ഥാനുമായി അകപ്പെട്ടു പോയ ആളുകളുണ്ട്. മാത്രവുമല്ല, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ പലപ്പോഴായി മടങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഏതായാലും ഈ തീരുമാനത്തോടു കൂടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ പല നടപടികളും നടത്തുന്നുണ്ട്. സൈനികമായി മാത്രമല്ല, നയതന്ത്ര തലത്തിലുള്ള നടപടികളും തുടരുകയും ചെയ്യുന്നുണ്ട്. കാരണം നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ സിന്ധു നദി കരാർ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം കൈക്കൊണ്ടതും അതിന്റെ തുടർ നടപടികളിലേക്കൊക്കെ തന്നെ കടന്നുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും നൽകില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ 5 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച വിസ കാലാവധി തന്നെയാണ്. അതേതായാലും ഇന്ന് അവസാനിക്കുകയാണ്. മെഡിക്കൽ വിസകളാണ് ഈ 2 ദിവസം കൂടി കാലാവധി ബാക്കിയുള്ളത്. ശ്രീജ, ശരി. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.